ജി സുധാകരന് മറുപടിയുമായി റെജി ചെറിയാൻ. മുൻമന്ത്രിയും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരന് മറുപടിയുമായി കുട്ടനാട് എംഎൽഎ റെജി ചെറിയാൻ. ജി സുധാകരൻ ഇപ്പോഴും CPM-ലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആരുടെയും അധികാരത്തിൽ കടന്നുകയറാൻ ശ്രമിച്ചിട്ടില്ല. താൻ തോട്ടപ്പള്ളിയിൽ പോയത് മണ്ണ് വാരിക്കൊണ്ടു പോകാനല്ല. ഈ പറഞ്ഞ മഹാൻ മന്ത്രിയായിരുന്ന കാലത്തും അവിടെ നിന്നും കരിമണൽ കൊണ്ടുപോയിരുന്നുവെന്നും റെജി ചെറിയാൻ ആരോപിച്ചു. ആ സമയത്തൊന്നും സമയബന്ധിതമായി പൊഴി മുറിച്ചിട്ടില്ല. അവിടെ കുട്ടനാട്ടെ പാവങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന് കണ്ടു കഴിയുമ്പോൾ രാത്രിക്ക് രാത്രി എമർജൻസി കോൺട്രാക്ട് കൊടുത്ത് കോടികൾ മുടക്കി അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ തുടങ്ങും. അത് അടൂരിലേക്കാണോ മറ്റെവിടേക്കെങ്കിലുമാണോ എന്ന് അന്ന് ഭരിച്ചവർക്ക് അറിയാനാകുക. റെജി ചെറിയാൻ പോയത് മണ്ണ് വാരിക്കൊണ്ടു പോകാനല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് അടുത്ത 5-6 ദിവസം മഴയെന്നാണ് അറിയിപ്പ്. കുട്ടനാട്ടെ MLA എന്ന നിലയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചിട്ടുണ്ടോ എന്നറിയേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ്. ആലപ്പുഴ ജില്ലയിലെ ഏത് എഞ്ചിനീയറെ വിളിക്കാനുള്ള അവകാശവും കുട്ടനാട്ടെ MLA-ക്കുണ്ട്. അതനുസരിച്ച് വിളിച്ചു. അവിടെ വേണ്ട നടപടികൾ ആരാഞ്ഞു. അടുത്ത ദിവസം അമ്പലപ്പുഴ MLA അടക്കം എല്ലാവരുടെയും യോഗം വിളിച്ച് തീരുമാനമെടുക്കുമെന്ന് താൻ പറഞ്ഞിരുന്നു. അതല്ലാതെ ഏതെങ്കിലും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുകയോ വേറൊരാളുടെ മണ്ഡലത്തിൽ കടന്നുകയറി ചെയ്യുകയോ ചെയ്തിട്ടില്ല. വ്യക്തിഹത്യ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ചെയ്താൽ കൊള്ളാം. ഇത് UDF ആണ്, ജനാധിപത്യ പാർട്ടിയാണ്. ഇവിടെ എന്റെയോ വേറെ ഏതെങ്കിലും MLA-മാരുടെയോ രാജാവാകാൻ ആരും ശ്രമിക്കേണ്ട. അതിന് സമ്മതിക്കില്ല, അതിന് നിന്നുകൊടുക്കുകയുമില്ല. തന്നെ വ്യക്തിപരമായി പറഞ്ഞാൽ ശക്തമായ ഭാഷയിൽ തിരിച്ചു പറയുമെന്നും റെജി ചെറിയാൻ പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലത്തിൽപ്പെട്ട തോട്ടപ്പള്ളി സ്പിൽവേയും പൊഴിയും സന്ദർശിച്ച റെജി ചെറിയാന്റെ നടപടിയാണ് ജി സുധാകരൻ MLA ചൂണ്ടിപ്പിച്ചത്. ഒരു MLA-ക്ക് മുകളിൽ വേറൊരു MLA അധികാരം സ്ഥാപിക്കുന്നുവെന്ന് അമ്പലപ്പുഴ MLA-ആയ ജി സുധാകരൻ വിമർശിച്ചു. റെജി ചെറിയാന് സമ്പത്തിന്റെ അഹങ്കാരമാണ്. നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ റെജി ചെറിയാൻ ശിക്ഷിക്കപ്പെടും. റെജി ചെറിയാൻ വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ്. ഞാനിവിടെ വെള്ളമടിക്കാൻ പോകാത്തതുകൊണ്ട് എന്നോട് സ്നേഹം കാണില്ല. അവിടെ വെള്ളമടിക്കാൻ പോകുന്ന നേതാക്കന്മാരെ എനിക്കറിയാം. 63 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ് താനെന്നും ജി സുധാകരൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയവുമില്ലാതെ 4-5 പാർട്ടി മാറി ഇപ്പോൾ MLA ആയാൽ ഞാനറിയാതെയാണ് തോട്ടപ്പള്ളി സന്ദർശിച്ചത്. അതും ആദ്യമായി MLA ആകുന്നയാൾ. ജലസേചന വകുപ്പ് മന്ത്രിയുടെ ആളാണ്. സ്പിൽവേയിൽ തകർന്നു കിടക്കുന്ന ഷട്ടർ നന്നാക്കാൻ പറയാൻ MLA-ക്ക് ധൈര്യമുണ്ടോ? കരിമണ്ണലുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഒരാഴ്ച മുമ്പാണ് സുധാകരനെ അറിയിക്കാതെ റെജി ചെറിയാൻ തോട്ടപ്പള്ളി സ്പിൽവേ സന്ദർശിച്ചത്.